ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആറിലുള്ളത് ഗുരുതര ആരോപണങ്ങൾ. ദേഹോപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭഛിദ്രം അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിജീവിതയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത് ആസൂത്രിത കുറ്റകൃത്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും. ദേഹോപദ്രവം, സാമ്പത്തിക ചൂഷണം, നിർബന്ധിത ഗർഭഛിദ്രം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് എഫ്ഐആറിലുള്ളത്. ലൈംഗിക താൽപര്യത്തിനായി രാഹുൽ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുകയും വിവാഹ വാഗ്ദാനം നൽകി തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും വടകരയിലെ ഫ്ളാറ്റിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബലം പ്രയോഗിച്ച ശരീരത്തിൽ മുറിപ്പാടുകളുണ്ടാക്കുകയും വായ പൊത്തിപ്പിടിച്ച വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. റൂമിലെത്തിയ രാഹുൽ സംസാരിക്കാൻ പോലും നിൽക്കാതെ ശാരീരികമായി കടന്നാക്രമിച്ചുവെന്നും അതിജീവിത മൊഴിയിൽ വ്യക്തമാക്കുന്നു. ക്രൂരമായ ബലാത്സംഗത്തിനിരയായ യുവതി ഗർഭിണിയായെന്നും പല കാരണങ്ങൾ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ലൈംഗിക പീഡനത്തിനൊപ്പം സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കിയെന്നും അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. വയനാട് പുനർനിർമ്മാണം എന്ന പേരിൽ അതിജീവിതയുടെ പണം തട്ടിയെന്നും ഇതിന് ഇടനിലനിന്നത് ഫെനി നയനാനെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു. രാഹുലിന്റെ എല്ലാ ക്രൂരതകളും ഫെനി നയനാന് അറിയാമെന്നതും റിപ്പോർട്ട് അടിവരയിടുന്നു. ഗുരുതരാരോപണങ്ങൾ വെളിപ്പെടുത്തിയ റിമാൻഡ് റിപ്പോർട്ട് രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.